കൊച്ചിയിലും ഇത് കണ്ട നല്ല പച്ച നല്ല സാധനം വേണമെങ്കിൽ ഇങ്ങോട്ട് നല്ല ആളുകൾ എന്റെ അടുത്ത് വന്ന് മീൻ വാങ്ങിക്കും. നീയായിരുന്ന മുഖത്താട്ടി ഞാൻ നോക്കിയില്ല കേട്ടാ. നിനക്ക് മീൻ വേണോ? എനിക്ക് മീനൊന്നും വേണ്ട. ഞാൻ വേറെ കാര്യം എത്രയാണ് വേണ്ടത്? എത്രയാണെന്ന് എന്താന്ന് വെച്ചാ കാര്യം പറയടാ. അതിത്തിരി രഹസ്യമാണ്. ആ രഹസ്യമാണെങ്കിൽ പിന്നെ പറയാടാ. മീൻ വിൽക്കുന്ന ഇടയിലാണ് നിന്റെ രഹസ്യം പറഞ്ഞില്ല. സാറേ ഇങ്ങോട്ട് വന്ന് വാങ്ങിച്ചോണ്ട് പോകണം സാർ. ആഹാ മീൻ മേടിക്കാൻ വന്നല്ലേ? ചന്തം കാണാൻ വന്നേയിരിക്കും. ചന്തം നോക്കാനാണ് പിന്നെന്തിനാണോ വന്ന് വാങ്ങിക്കേണ്ടി നിൽക്കുന്നത്? എന്താന്ന് വെച്ചാ പറയടാ. ഞാൻ പറയുന്നത് കേൾക്കുന്നേ ചേച്ചി. ഞാനും നാളാണ് ചന്ദ്രിയനെ കാണുന്നത്. ചന്ദ്രിയെ നീ നേരത്തെ കാണാത്തത് എന്റെ കുഴപ്പമാണ്. ചേച്ചി ഇതിലേ വാ. ചേച്ചി ഞാൻ അച്ഛനെ പറഞ്ഞു. അതെന്തിനാണ് ഇനിയിപ്പൊ അച്ഛനും കാണണമെന്നുണ്ടോ? ചേച്ചി ഇതിലേ വന്ന് വാങ്ങിക്കേണ്ടി പോയി. അല്ല പെണ്ണി ചോദിക്കാനാ. പെണ്ണി ചോദിക്കുന്ന മീൻ ചന്തയിലാണ്. ചേച്ചി കൊച്ചിനെ ചോദിക്കും. എന്നിട്ട് സമ്മതമാണ് ഞാൻ അച്ഛനെ കൂട്ടി വരാം. നമ്മുടെ കൂട്ടത്തിൽ ഒരേ ഒരു അക്കാര്യം മറക്കണ്ട. ഞാൻ എന്റെ രാഘവന്റെ അച്ഛനോടൊന്ന് ആലോചിക്കട്ടെ. ഞാനും പറയുന്നത്. 2 രൂപയ്ക്ക് 4, 2 രൂപയ്ക്ക് എന്നാ എന്റെ കച്ചവടം കൂടെ എഴുന്നേറ്റ് പോമകനെ. പോയിട്ട് പിന്നെ വരി. അയിലാണ് പോയിട്ട് വരി. നമ്മുടെ ചന്ദ്രയ്ക്ക് ഒരു സംബന്ധാലോചനയാണ്. വെക്കമ്മ തീർന്നു പോയി പിന്നെ സങ്കടപ്പെട്ടാ കിട്ടുകയില്ല. എന്നെ ബോധിക്കണില്ലേ നിങ്ങൾക്ക്? നെറികേട് കാണിക്കുകയല്ല. കൊച്ചുരാമൻ എന്റെ കൂടപ്പുറപ്പാണ്. അപ്പൊ ഞാനാരാണ്? എന്നാട് നിങ്ങൾക്ക് വെറുപ്പാണോ? അയ്യോ അല്ല ചന്ദ്രി, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നുണയാണ് പറയണത്. എന്റെ മുത്തിനാണ് നേരാണ്. പെരുത്തിഷ്ടമാണ്. അത് പറയാനും കാണിക്കാനും അറിയാൻ മേല. വെറുക്കാൻ മേലാത്ത 3 കാര്യവും അച്ഛനുള്ളൂ. ഒന്നെന്റെ മുത്ത്, പിന്നെ ഈ കടല്, പിന്നെ നീ. മയക്കണ വർത്താനം പറയാനറിയാം. ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തിപ്പൂവാണല്ല. ചീത്തപ്പേര് കേൾപ്പിക്കാണ്ട് വേഗം പോ. ചങ്കൊന്നും എടുത്ത് കാണിക്കണ്ട എന്റെ പൊന്നെ. എനിക്കറിയാം മൊരപ്പത്തരം കാണിക്കുമ്പോഴും എന്നോട് ഇഷ്ടാണെന്ന്.
കാര്യം നിനക്കറിയാമല്ലോ. പിന്നെ ഇത്രയും പ്രായമുള്ളൊരു മോളുള്ളപ്പോ ചെറുപ്പക്കാരെ പോലെ പ്രേമവും രണ്ടാം കെട്ടും വലിയ നാണക്കേട് പോലെയാവൻ. അവന്റെ മകളെ നോക്കി വളർത്തിയത് ചന്ദ്രിയാണല്ല. രാധയ്ക്കാണെ അവളെ ജീവനുമാ. പിന്നെ പുള്ളാച്ചനോട് നേര് പറയാവല്ല. അവക്കിങ്ങനെ ഒരു ആശയുണ്ടെന്ന് നമ്മക്ക് നേരത്തെ അറിയായിരുന്നു. പെണ്ണിന് ഇഷ്ടമാണേ രണ്ടാം കെട്ടാന്നാ, പ്രായ കൂടുതലാന്നാ ഉമ്മ പറഞ്ഞാ മനസ്സിലാവുക. ഇനിയിപ്പോ ഒരു കാര്യം നമ്മക്ക് പറയാനുള്ളൂ, വഴുകാതെ നടത്തണം, വെച്ചു നീട്ടരുത്. അവനും അത് തന്നെയാ പറയണത്. ശരി, ഞാനൊരു സത്യം പറയാം. അച്ചു ഇവിടെ ഉണ്ട്. എന്നെ ദല്ലാല് പണി ഏൽപ്പിച്ചിട്ട് അവൻ അവിടെ ഒളിച്ചിരിക്കുക. എടാ അച്ചുവേ, ഒന്നും വന്നേ. പിന്നെ പറഞ്ഞ കാര്യം ഞാൻ ശരിപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ അളിയിലും കൂടി തീരുമാനിക്കാം. ഇനി എന്താണ് തീരുമാനിക്കാൻ? അവക്കടെ കഴുത്തേലൊരു താലി കെട്ടി ഉള്ള നേരത്തെ വിളിച്ചും കൊണ്ട് പോടാ ചങ്ങാതി. അവക്കടെ മുറിയൊഴിഞ്ഞിട്ട് വേണം എന്റെ രാഘവൻ എറാത്ത കിടപ്പ് നിർത്തി പൊരക്കകത്തൊരു പായ വിരിക്കാൻ. അവന്റെ ഒരു ചിരി കണ്ട, അങ്ങനെ സൂത്രത്തിലൊപ്പിക്കണ്ട. ഒരല ചോറ് തരണം ഞങ്ങൾക്ക്, അത് വിടാൻ പോണില്ല. എടാ എടാ, ഇങ്ങാട്ട് നോക്കടാ, ഇങ്ങാട്ട് നോക്കടാ. ഹലോ, ഇതെന്താണ് പണ്ടെങ്ങും ഇല്ലാത്ത പോലെ ഒരു കിടപ്പും ചിരിയും? ചിരിച്ച ആര് ചിരിച്ചു? നിനക്ക് തോന്നിയതായിരിക്കും. ഈയിടെ അച്ഛൻ നുണ പറയുന്നുണ്ട്. ഞാനൊരു കാര്യം അറിഞ്ഞ്. സത്യാണോ? എനിക്ക് ആ പുള്ളേച്ചനെ കണ്ടൊരു കാര്യമാണ്. ഞാൻ ഇപ്പൊ വരാം. അങ്ങനെ പോയാലോ? ചോദിക്കട്ടെ, അച്ഛൻ ഇച്ചേച്ചീനെ കല്യാണം കഴിക്കാൻ പോവാണോ? ആരാ? ഇച്ചേച്ചീനെ. ആര്? ഞാനാ? ആര് പറഞ്ഞീ നോണ? ഇത് കൊള്ളാവല്ല. എന്റെ അച്ഛ, എന്തിനാ എന്നെ മറിക്കണേ? എത്ര നാൾ മറിക്കും? ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ. എനിക്ക് നല്ല ഇഷ്ടായി. ഇപ്പഴാ എനിക്ക് എന്റെ അച്ഛനോട് ഏറ്റവും ഇഷ്ടം തോന്നുന്നത്. അച്ഛാ, അച്ഛന്റെ കല്യാണത്തിന് ഉപ്പ് വിളമ്പണത് ആരാണെന്നറിയോ? ഈ മുത്ത്. സന്തോഷമായ? ഞങ്ങളെങ്ങാട്ടൊന്നും കണ്ടില്ലല്ലോ. ഇനി കല്യാണം കഴിഞ്ഞിട്ട് പോയാ മതിയെന്ന് ചാച്ചി പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിലാട്ടും നോക്കി കിടക്കണുണ്ട്. ഞാൻ ചുമ്മാതെ ഓരോ മനോവിചാരം ഓർത്ത് കിടക്കുകയായിരുന്നു. മുത്തിനാട് വല്ലതും പറഞ്ഞ? കേട്ടത് ശരിയാണെന്ന് ചോദിച്ചു. പിന്നെ ഇത്രയും നാള് വെറുതെ വഴുകിച്ചെന്തിനാണെന്നും ചോദിച്ചു. ഞാൻ പറഞ്ഞ് അച്ഛനാട് നേരിട്ട് ചോദിക്കാൻ. അവക്കാണ് കേട്ടാ കൂടുതൽ സന്തോഷം. എന്റെ മുത്തിനെ വിഷമിപ്പിക്കരുത് കേട്ടാ. എന്തോ ചാച്ചിയുടെ വിചാരം ഞാൻ തരം കിട്ടി അങ്ങോട്ട് ഓടി വരുന്നാണ്. ഞാൻ പോണു. അച്ഛന്റെ മുഖം കാണണം, വെളുത്ത് കടലാത്ത പോലെയായി. നിന്റെ അച്ഛനാള് വിളഞ്ഞ പുള്ളിയാണ്. അല്ലെങ്കിൽ ഇപ്രായത്തിൽ എന്റെ അമ്മായിയെ വിലയിടുക. പിന്നെ എന്റെ അച്ഛൻ പാവാ. ഏതായാലും എനിക്ക് സന്തോഷായി. ഇനി നമ്മുടെ കാര്യം വരുമ്പോഴാണ് നിന്റെ അച്ഛനോട് ഞാൻ ഇടയാൻ പോണത്. ഒന്നുമില്ല, എന്റെ ഇഷ്ടമാണ് അച്ഛന്റെ ഇഷ്ടം. അച്ഛൻ സമ്മതിക്കും. പിന്നിപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇച്ചേച്ചി ഉണ്ടല്ലോ. സമ്മതിച്ചില്ലെങ്കിൽ രാഘവന് പുല്ലാണ്. സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ വന്ന് വിളിച്ചിറക്കി അങ്ങാട് കൊണ്ടുപോകും. ഞാൻ വന്നെങ്കിലല്ലേ? വന്നില്ലെങ്കിൽ പിടിച്ചു കെട്ടി കൊണ്ടുപോകും. ഞങ്ങള് കൈ കെട്ടി നിന്ന് തരാം, പിടിച്ചു കെട്ടാൻ. ഈ കൈ കണ്ട, ഇങ്ങനെ ഒരു പിടിയങ്ങാട് പിടിച്ചാല് നിന്റെ അച്ഛനല്ല, അച്ഛന്റെ അച്ഛൻ വന്നാ പിടിവെച്ച് തരാം. അയ്യോ, വീടിലേക്കോ? അമ്മേനെ പെങ്ങളെ തിരിച്ചറിയാൻ പാടില്ലാത്ത എംപോക്കി. അച്ഛാ!
പക്ഷെ അവക്കടെ മേത്തോട്ടാല് രാഘവന്റെ വിധം മാറും. അടി. എന്നെ വിടാൻ വിടാൻ നീ എന്റെ മകളെ കാണുക മുണ്ടുക ചെയ്താലുണ്ടല്ല കടലിൽ നിന്റെ ദേവം പോകും അറിയാവാ. ഓടി. കുറച്ചുനാളായി ഞാൻ ചിലതൊക്കെ കാണാൻ തുടങ്ങിയിട്ട്. പിള്ളേരല്ലേ കൂടപ്പിറപ്പിങ്ങളല്ലേ എന്നാണ് എന്റെ വിചാരം. പിള്ളേരുടെ ഉള്ളിലിരിക്കണ അതാണ്. ഇതിനൊക്കെയുള്ള പ്രായം ആയാടി നിനക്ക്. താഴത്ത് വെച്ചാ ഉറുമ്പരിക്കും, തലയെ വെച്ചാ പേനരിക്കും. അങ്ങനെ വളർത്തണതാണ്. എന്നിട്ട് കണ്ട മണഗുണാഞ്ചന്മാരുടെ കൂടെ കഴുത്തി ഞാൻ കണ്ടിക്കും. എങ്ങനെ എന്റെ മകൾക്ക് ഇത് തോന്നി എന്റെ തമ്പുരാന്? മുത്തേ, അച്ഛനെ നീ തകർത്ത് കളഞ്ഞല്ലാടി. എങ്ങനെ തോന്നി ഇത് നിനക്ക്? അവൻ വല്ല കൈപക്ഷവും തന്ന മകളെ, അച്ഛനോട് എന്തെങ്കിലും ഒന്നും ഉണ്ടടി. ഈ കണ്ണുനീര് കണ്ടിട്ട് അച്ഛന് സഹിക്കണില്ല. പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു, മറന്നുകള. ഇനി എന്റെ മുത്തിന് പിടിപ്പുകേട് പറ്റരുത്. ചെന്ന് മോൻ കഴുകി പഠിക്കാനുള്ളതൊക്കെ പഠിക്കും. പഠിച്ചു വലിയ ഡോക്ടറാകാനുള്ളതല്ലേ. വലിയ നിലയമ്മലുള്ള രാജകുമാരനെ കൊണ്ടെന്തായാലും അച്ഛന്മാർക്ക് ചെല്ല. നിന്റെ തലയിൽ എടുത്തി വീഴടാ. കാലപാമ്പത്തിന്റെ നെറുകത്തിലെ കൊത്തുവിടാ. എന്റെ മകനെ തല്ലിച്ചഴിച്ച് പഞ്ചറാക്കിയിട്ട് ഞാനിവനെ വെറുതെ വിടാനാ? ഞാനിവനെ എത്ര കഞ്ഞിയും ചോറും വെച്ച് വിളമ്പിയതാണ്. നന്ദിയില്ലാത്ത പട്ടി. നിങ്ങളൊന്നും മുണ്ടാണ്ടിരിക്കാൻ. ഇവന്റെ മുഖത്ത് പത്താട്ടാണ്ട് ഞാൻ വരികയല്ല. എടാ നന്ദി കെട്ട നാപറ്റ മോനെ. അയ്യോ, പിടിച്ചോണ്ട് ഓടി തമ്പി തല്ലണ്ട. ചേട്ടൻ ഇങ്ങോട്ട് ഇനി നിരക്കാകെ പൊക്കോളാവിടുന്ന്. എന്റെ കുഞ്ഞേ, അയ്യോ, ഇവനൊരു കാലത്ത് കൂടെ പഠിക്കലേ. നിനക്ക് അവനെ തല്ലണേ ഒരു വടിയെടുത്തല്ലാൻ പാടില്ലായിരുന്ന? നിന്റെ മന്ദം കൈ കൊണ്ട് എന്നാ വീക്കാ വീക്കിയത്? ചെറുക്കന്റെ ചുണ്ടു മുറിഞ്ഞ് ചോര വന്ന് തള്ളമാര് കണ്ട സഹിക്കുവാടാ. ചോറ് കാലമായാ മകളെ? ഇനി എപ്പോഴാണ്? ചെന്ന് അരിയടപ്പത്തിട് ചെല്ല്. പിള്ളേരൊരു തമാശ പറഞ്ഞ് ചിരിച്ചു എന്ന് വെച്ച് നീ ഇതത്ര കാര്യമാക്കാനുണ്ടാ? ഇത് തമാശയാണ്. ഈ തമാശ വേണ്ട. ആങ്ങളെയും പെങ്ങളുവാണെന്ന് ഓർത്തിട്ട് ഇപ്പൊ അതല്ല. പിള്ളാരിക്കട മനസ്സ് അങ്ങനെ ആണേല് നമ്മക്കതങ്ങാട്ട് നടത്തി കൊടുക്കാവടാ. എന്താണ് പറഞ്ഞത്? നടത്തിക്കൊടുക്കാനാ? അല്ലിമ്പേദം എനിക്ക് എന്റെ മകളെ കൊണ്ടേ കടയിൽ തള്ളാവല്ല. അത്ര മോശക്കാരനാണാടാ എന്റെ രാഘവൻ.
നിനക്കവൻ മോശക്കാരനല്ലായിരിക്കും. പഠിപ്പും വിവരവും ഇല്ലാത്ത ഒരു മണഗുണാഞ്ചം ചെറുക്കണ എന്റെ മകളെ ഞാൻ കൊടുക്കുകയല്ല. മനസ്സിൽ അങ്ങനെ വല്ല ആശയം ഉണ്ടെങ്കിൽ അതങ്ങാട് കളഞ്ഞേരും. നടക്കുകയല്ല കൊച്ചുരാമ, ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കുകയല്ല. നിന്റെ മകളാര് മാനത്തൂന്ന് പൊട്ടി വീണതാ? അതോ കയ്യും കാലും കണ്ണും ഒക്കെ നാലെണ്ണം വീണമുണ്ടാ? എന്റെ മാനം നീ കെടുത്തി. എടാ നന്ദിയില്ലാത്ത ചെറ്റേ, കൊച്ചിരാമൻ അതിമോഹക്കാരനല്ലടാ. ദേ ഇനി പൊന്നുകൊണ്ട് മഞ്ചു തീർത്തു തരാന്ന് പറഞ്ഞാ പോലും കൊച്ചിരാമന്റെ മകന് നിന്റെ മകളെ വേണ്ടടാ. കൊച്ചച്ചാ, ദേ ഇനിമേല തുള്ളിച്ചാടി എന്റെ കുടുംബത്താട്ട് വന്ന മുഖത്ത് ഞാൻ ചൂലെടുത്തടിക്കും. എന്റെ കൊച്ചിനെ നീ തല്ലി, ഞാനത് സഹിച്ചു. ഇനി എന്റെ മകന്റെ മേത്തങ്ങാനം തൊട്ടാ കൊച്ചിരോമൻ നിന്റെ കൊളയെടുക്കൂടാ. എനിക്കിത് കിട്ടണം. പാമ്പിനാണല്ലോ ഞാൻ പാല് കൊടുത്തത്. അവന്റെ മകടാ ജോഗ്യത. ഫൂ. മതിയായ? തൃപ്തിയായ? എല്ലാം തകർത്ത് തരിപ്പണമാക്കിയല്ല, എല്ലാം അറ്റുപോയല്ല. എന്നാ ഉണ്ടായത്? എന്നാ പറഞ്ഞവൻ? ഇന്നത്തെ കൊണ്ടെല്ലാം തീർന്നിരിക്കണം. ഇനി മേല അവരാതിനെ കാണുകയും മുണ്ടുക ചെയ്താ അവനെ അങ്ങോട്ട് വിടാൻ, അങ്ങോട്ട് വിടാൻ. പറഞ്ഞത് കേട്ടടാ? എടാ കേട്ടാ? മാറി നിൽക്ക്. ഞാൻ കാണും. മുണ്ടും നീ കാണുവാടാ. എന്റെ വാക്ക് തെറ്റിച്ചാ പൊക്കോളാമല്ലോ. എന്റെ കുടുംബത്തിൽ ഞാൻ കേട്ടുതരാം. വേണ്ട, എന്നാലും ഞാൻ കാണും. നീ കുളം പിടിക്കത്തില്ലടാ. എല്ലാത്തിനെയും നീ കൊലയ്ക്ക് കൊടുക്കും. ആരാടി എത്തതെന്ന് മോങ്ങാൻ പൊടിയാത്ത. ചേട്ടാ, എന്താ ഇത്? എടി ലോകത്തവൻ മാത്രമല്ലാണ്. പറഞ്ഞ സമയത്ത് നിന്റെ കല്യാണം ചേട്ടൻ നടത്തും. നടത്തിയില്ലെങ്കിൽ കൊച്ചുരാമൻ പെണ്ണായിട്ട് വരും.